ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഈ ആഴ്ച നോറയോടൊപ്പം പുറത്താവുന്ന കണ്ടസ്റ്റന്റ് ആണ് സിജോ. സിജോയുടെ എവിക്ഷൻ വളരെ അൺഫെയർ ആയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ. പക്ഷെ സിജോയ്ക്ക് പാളിപ്പോയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതലുള്ള ഗെയിം തന്നെ എടുത്തു വെച്ച് നമുക്ക് പരിശോധിക്കേണ്ടി വരും. സിജോ തുടക്കത്തിൽ കളിച്ചത് ഒരു റിയാക്ടിങ് ഗെയിമാണ്. തന്നെ ബാധിക്കുന്നതും ബാധിക്കാത്തതുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അന്നുണ്ടായ ആ ഒരു ഇൻസിഡന്റ് തന്നെ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്സരയും ആ ഒരു പുള്ളിയും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതിൽ കയറി പ്രതികരിച്ചത് തന്നെ സിജോ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് ഞാൻ പറയാൻ കാരണം 3 ആഴ്ചയാണ് സിജോയ്ക്ക് അതിലൂടെ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സിജോ ഇരുന്ന് ജിൻഡോയോട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് നഷ്ടമായ ആ ഒരു 3 വീക്സ് വളരെ നിർണായകമായിരുന്നു എന്നത്. പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടൈം ആയിരുന്നു ആ ഒരു 3 ആഴ്ചകൾ. ആ സമയം സിജോ അവിടെ ഇല്ലായിരുന്നു. വന്നപ്പോഴാണെങ്കിൽ ഒരു വേതാളം സിജോയെ പിടികൂടി. സിജോയുടെ ഗെയിമിലെ വേതാളം തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സായി എന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു. അനാവശ്യ പ്ലാനിങ്ങും പ്രഡിക്ഷനും റിവ്യൂ പറച്ചിലുമായിട്ട് സിജോയെ സൈഡ് ആക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ ശകുനി തന്നെയാണ്. ഇതിനിടയ്ക്കും സിജോ നോറയ്ക്കെതിരെയും ജാസ്മിനെതിരെയും പിന്നെ ഈവൻ ജിൻഡോയ്ക്കെതിരെ വരെ വളരെ മികച്ച രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ നോക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി അത് തന്നെയായിരുന്നു സിജോയുടെ ഗെയിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇരുത്തി പണിയാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വളരെ വിഷമത്തോടെ ജിൻഡോയോട് കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു സിജോ. അപ്പം പുള്ളിക്ക് തന്നെ അറിയാം ആ ഒരു കൺസിസ്റ്റൻസി ലാക്കായി പോയി എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം പ്രേക്ഷകർ സിജോയ്ക്ക് വോട്ട് കൊടുക്കാതിരുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു ഇതൊരു അൺഫെയർ എവിക്ഷൻ തന്നെയാണ്. ശ്രീതു, അർജുൻ, ഋഷി ഇവരെക്കാളൊക്കെ മികച്ച രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ് സിജോ. സിജോയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പുള്ളി ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തന്നെയാണ്. ഒരു രീതിയിലും ആരെയും ഒന്നിനെയും കൂസാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു. 24/7 ഗെയിമർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രോളുമെങ്കിലും ശ്രീതു ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ സിജോ ഔട്ട് ആവുന്നത് വളരെ മോശമാണെന്നേ പറയാനുള്ളൂ. അല്ല, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ശ്രീതുവിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.